മുമ്പുണ്ടായിരുന്ന നേതാക്കളൊന്നും ഇത്തരത്തിൽ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നില്ല. മതനിഷിദ്ധമാണ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പ്രസ്താവനകൾക്ക് ആധാരം തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഖജനാവിലെ ഭീകരമായ തട്ടിപ്പ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ലീഗ് നേതാക്കന്മാരെ കുറ്റം പറയുക എന്നതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് എന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ ഉമർ ഫൈസി മുക്കത്തിന്റെ പരാമർശങ്ങൾ ഒരു ഭാഗത്ത് വലിയ ചർച്ചയായ ഘട്ടത്തിൽ കൂടിയാണ് തങ്ങളുടെ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സമസ്തയിൽ നിന്നൊരു നേതാവിന്റെ ഒരു വിമർശനം വരുന്നത്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തേണ്ടതല്ലേ? അല്ല, അത് രാഷ്ട്രീയമല്ലല്ലോ. അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല. മുസ്ലിം ലീഗ് അതിന്റെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? അതിനുശേഷം നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം നമ്മുടെ മുമ്പിലില്ലേ? പിന്നെന്തിനാ ഈ പഴകി പുളിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത്? ജനങ്ങൾ ഏത് സ്വീകരിച്ചു, ഏത് അംഗീകരിച്ചു, എവിടെയാണ് എന്നത് വളരെ വ്യക്തമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ആവർത്തിക്കപ്പെടേണ്ട ഞങ്ങളതിന് മറുപടി പറയുന്നുമില്ല. ഇത്രയധികം എതിർപ്പുകൾ, ഇത്തരം പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നിട്ട് തുടർച്ചയായിട്ട് ഈ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തായാലും ഇതിന് ഈ പറയപ്പെടുന്ന സംഘടനയുടെ നേതൃത്വം ഒരു ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമല്ലേ? അല്ല, അതൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെയും സാദിഖ് അലി തങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കുന്നു. അതുപോലെ തന്നെ ചില വ്യക്തികളും നടത്തുന്നു. അതൊക്കെ ലീഗിനെതിരെയുള്ള ആക്ഷേപമാണ്. അതിന് മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. അപ്പൊ അദ്ദേഹം അകപ്പെട്ടുള്ള കേസിൽ നിന്നും ഇടത് മുന്നണിയുടെ സർക്കാർ രക്ഷപ്പെടുത്തുമെന്ന ഒരു ബോധ്യത്തിലായിരിക്കും അത്തരം വിമർശനങ്ങൾ എന്നുള്ളതാണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ പറയാനുള്ളത് നേരത്തെ പറഞ്ഞല്ലോ.